അപ്പം ഇഞ്ചി അച്ചാറിന് വേണ്ടിയത് എന്തൊക്കെയാന്ന് നോക്കാം. നല്ല 250 ഇഞ്ചി നന്നായിട്ട് കഴുകി വട്ടത്തി അരിഞ്ഞത്. അതിനുശേഷം നല്ല പോലെ വെളുത്തുള്ളി, വെള്ളമുളക്, കരിയാപ്പല, പിഴുപുളി പിഴിഞ്ഞു വെച്ചത്. ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ, ഇഞ്ചിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ്. ഇഞ്ചി മൂപ്പിച്ച് വറുത്ത് കോരേണ്ടതാണ്. അതുകൊണ്ടാണ് ഇച്ചിരി വെളിച്ചെണ്ണ നല്ലപോലെ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് മൂത്ത് നമുക്ക് വറുത്ത് കോരാം. കണ്ടോ, ഇഞ്ചി മൂത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതും പോരാ, നന്നായിട്ട് മൂക്കണം. അപ്പൊ കേടുകൂടാതിരുന്നോളൂ. മൂക്കട്ടെ. ഇഞ്ചി നന്നായിട്ട് മൂത്തേ. അത് പരുവം കണ്ടോ, നല്ല ചുമന്നിട്ടുണ്ട്. കോരിയെടുക്കുകയാണ്. നമുക്ക് കടുകിട്ട് കൊടുക്കാമേ. ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടട്ടെ. അത് കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് മുളകിട്ടു, കരിയാപ്പല ഇട്ടു. കടുക് പൊട്ടി, മുളക് മൂത്തിട്ടുണ്ട്. മുളകും കരിയാപ്പലയും മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മൾ വെളുത്തുള്ളി ചേർക്കത്തില്ല. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ കാശ്മീരി മുളക് ചുവപ്പിന് വേണ്ടി, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കായം. ഇത് ഇത്രയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇടുകയാണേ. പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നല്ല വലിപ്പത്തിലുള്ള ഒരു പുളി, 50 ഗ്രാം പുളി പിഴിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുവേ. അരപ്പെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല തിളയം തുടങ്ങിയേ. അതിലേക്ക് നമ്മൾ നല്ല പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അതൊന്ന് വെട്ടിത്തിളക്കട്ടെ. വെട്ടിത്തിളച്ചു. അതിലേക്ക് നമ്മൾ ഇഞ്ചി വറുത്ത് മിക്സിക്കകത്ത് പൊടിച്ചത്, ആ പൊടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണേ. 1.5 ടീസ്പൂൺ ഉപ്പിട്ടേ. ഉലുവാപ്പൊടിയെ 1 ടീസ്പൂൺ. നല്ല കട്ടിയായി കുറുകിയേ. ഇച്ചിരി ശർക്കര ഇട്ട് കൊടുത്ത്